നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി. പ്രധാനമായ വാർത്ത വരുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 413 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് പിടിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് എടുത്തു പറയേണ്ടത് ഇടതുമുന്നണിയെ കടത്തിവെട്ടി NDAയുടെ മുന്നേറ്റം. കേരളത്തിൽ NDAയുടെ മുന്നേറ്റം. ഇടതുമുന്നണിയെ കടത്തിവെട്ടി ഇടതുമുന്നണി ആലത്തൂരിൽ മാത്രം ലീഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും തൃശൂരിൽ സുരേഷ് ഗോപിയും ലീഡ് ചെയ്യുന്നു. 413 വോട്ടുകൾക്ക് ശശി തരൂരിനെ പിന്തള്ളിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന തലസ്ഥാനം അനന്തപുരിയുടെ മണ്ണിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. പക്ഷേ 413 വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നതെങ്കിൽ തൃശൂരിലത് 18,454 വോട്ടുകൾക്ക് ശക്തന്റെ തട്ടകത്തിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. 18,454 വോട്ടുകൾക്ക് തിരുവനന്തപുരത്തും തൃശൂരും NDA ലീഡ് ചെയ്യുമ്പോൾ ഇടതുമുന്നണിയുടെ ലീഡ് ഒറ്റ സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കൃത്യമായ ഒരു ചൂണ്ടുപലകയായി ഈ വിധിയെഴുത്ത് മാറുമെന്ന് നമുക്ക് നോക്കിക്കാണാം. തീർച്ചയായും അതിനുള്ള സമയമായിട്ടില്ല. ഇനിയും ഒരുപാട് പെട്ടികൾ പൊട്ടിക്കാനുണ്ട്, ഒരുപാട് റൗണ്ടും കറങ്ങാനുണ്ട്. തീർച്ചയായും അതിനുശേഷം മാത്രമേ കൃത്യമായൊരു ട്രെൻഡ് മനസ്സിലാവൂ. ഇപ്പോഴുള്ള അതേ അവസ്ഥ നമുക്ക് ജനങ്ങളിലേക്ക് പറിച്ചു നടാം. തിരുവനന്തപുരത്ത് NDA BJP സ്ഥാനാർത്ഥി 413 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. ചാലക്കുടിയിലാകട്ടെ 1009 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ബെന്നി ബെഹനാൻ മുന്നിട്ട് നിൽക്കുന്നു. 413 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും പുതിയതായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. മലപ്പുറത്ത് 40,134 ലീഗിന്റെ തട്ടകമാണ്. മലപ്പുറത്ത് 40,000-ലധികം വോട്ടുകൾക്കാണ് ET മുഹമ്മദ് ബഷീർ മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങലിലാകട്ടെ UDF സ്ഥാനാർത്ഥി